നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേലിൽ നിന്ന് ഒരു വർഷം മുൻപ് ബന്ദികളാക്കിയവരിൽ ശേഷിക്കുന്നവരെ വിട്ടുകിട്ടുന്നതിനായി ഹമാസുമായി US രഹസ്യ ചർച്ച നടത്തിയതായി റിപ്പോർട്ട്. ബന്ദികളെ മുഴുവൻ തിരിച്ചയച്ചില്ലെങ്കിൽ വൻ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് അന്ത്യശാസനം നിലനിൽക്കെയാണ് ഈ രഹസ്യ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. ബന്ദികൾക്കൊപ്പം തന്നെ മരിച്ചവരുടെ മൃതദേഹങ്ങളും നൽകണമെന്നാണ് വ്യവസ്ഥ. ഇതിനൊപ്പം ഹമാസ് നേതാക്കളെല്ലാം ഗാസ വിടണം എന്ന മുന്നറിയിപ്പും ട്രംപ് നൽകിയിട്ടുണ്ട്. ബന്ദികളെ തിരിച്ചയച്ചില്ല എങ്കിൽ ഹമാസിനെ നരകം കാണിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. മാത്രമല്ല, ഗാസ അമേരിക്ക നേരിട്ട് ഏറ്റെടുക്കുമെന്നും പറഞ്ഞിരുന്നു. ഇത് അമേരിക്കയിലും ഇസ്രയേലും തമ്മിലുള്ള റിയൽ എസ്റ്റേറ്റ് ഡീലാണെന്ന് വരെ ട്രംപ് ഒരവസരത്തിൽ പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ അമേരിക്ക ഹമാസുമായി രഹസ്യ ചർച്ച നടത്തി എന്നാണ് വിവരം. ബന്ദികാര്യങ്ങൾക്കായി US നിയോഗിച്ചിരുന്ന ആദം ബോഹ്ലറാണ് കഴിഞ്ഞയാഴ്ചകളിൽ ഖത്തറിലെ ദോഹയിൽ ഹമാസ് പ്രതിനിധികളുമായി ചർച്ച നടത്തിയത്. എന്നാൽ ഹമാസിനു വേണ്ടി ആരാണ് ചർച്ചയ്ക്കിരുന്നത് എന്ന് വ്യക്തമല്ല. മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും വഴിയാണ് ഇതുവരെ ഹമാസുമായി US ഇടപെട്ടിരുന്നത്. അതിനാണ് ഇപ്പോൾ മാറ്റം സംഭവിച്ചിട്ടുള്ളത്. ഇതുമാത്രമല്ല, ഭീകര സംഘടനകൾ എന്ന് US മുദ്രകുത്തിയിട്ടുള്ളവയുമായി നേരിട്ട് ചർച്ച നടത്തില്ല എന്ന പതിറ്റാണ്ടുകളുടെ നയമാണ് ഇതിലൂടെ അമേരിക്ക തിരുത്തിയത്. ഇതിനിടെ ബന്ദികളെ ഉടൻ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെയും ഗാസയെയും ഗുരുതര പ്രശ്നത്തിലാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഭീഷണി മുഴക്കിയിട്ടുമുണ്ട്. ബന്ദിമോചനവും യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറുമാണ് ചർച്ച ചെയ്തത് എന്നാണ് പുറത്തുവരുന്ന വിവരം. അമേരിക്കൻ മാധ്യമമായ ആക്സിയോസിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതേസമയം ബോസ്ലറിന് ഹമാസുമായി നേരിട്ട് ചർച്ച നടത്താൻ അധികാരമില്ല എന്ന് വൈറ്റ് ഹൗസ് മാധ്യമ സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറയുന്നു. 1997 അമേരിക്ക ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ സംഘമാണ് ഹമാസ്. ഇതിനുശേഷം അമേരിക്കൻ നേതാക്കൾ ആരും തന്നെ ഹമാസുമായി ഔദ്യോഗിക ചർച്ചകൾ നടത്തിയിട്ടില്ല. എന്നാൽ ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തുന്നതിനുള്ള നിലപാടിനെക്കുറിച്ച് USുമായി സംസാരിച്ചുവെന്ന് ഇസ്രയേൽ പറയുന്നു. ഇത് ലീവിറ്റും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. USുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് അറിയില്ല എന്നാണ് ഹമാസിന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് താഹിർ അൽ-നനോയുടെ പ്രതികരണം. എന്നാൽ ഇത്തരമൊരു കൂടിക്കാഴ്ച പശ്ചിമേഷ്യയിലെ സ്ഥിരതയ്ക്ക് ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബന്ദി വിഷയത്തിൽ അമേരിക്കയുടെ പ്രത്യേക ദൂതനായ ആദം ബോഹ്ലറാണ് ഖത്തർ തലസ്ഥാനമായ ദോഹയിലെത്തി ചർച്ച നടത്തിയത് എന്നാണ് പറയുന്നത്. ഈ ദോഹ ചർച്ചയുടെ വിശദവിവരങ്ങൾ ഇസ്രയേലും മുഴുവനായി അറിഞ്ഞിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അമേരിക്കൻ പൗരന്മാരായ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ചർച്ച എന്നാണ് പറയുന്നത്. അമേരിക്കൻ ബന്ദികൾക്കൊപ്പം മറ്റുള്ള ബന്ദികളുടെ മോചനവും വെടിനിർത്തൽ തീരുമാനവുമെല്ലാം ചർച്ചയായിട്ടുണ്ട് എന്ന് US വൃത്തങ്ങൾ അറിയിച്ചു. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എന്തായാലും എടുത്തിട്ടില്ല. ഇതിനൊപ്പം ട്രംപിന്റെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ദോഹ സന്ദർശിക്കാൻ ഒരുങ്ങിയിരുന്നതാണ്. വെടിനിർത്തൽ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കാണ് സ്റ്റീവ് വിറ്റ്കോഫ് പോകാനിരുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ ഹമാസിന്റെ ഭാഗത്തുനിന്ന് അറിയിപ്പൊന്നും ലഭിച്ചില്ല എന്നും അതുകൊണ്ട് തന്നെ വിറ്റ്കോഫ് യാത്ര റദ്ദു ചെയ്തു എന്നുമാണ് പിന്നീട് അറിയിച്ചത്. ഇപ്പോൾ നിലനിൽക്കുന്ന ശാന്തത കൈവരിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചയാളാണ് വിറ്റ്കോഫ്. അടുത്ത ദിവസം തന്നെ വിറ്റ്കോഫ് ഇസ്രയേലിൽ എത്തുമെന്നും അറിഞ്ഞിട്ടുണ്ട്. താൻ എത്തും വരെ ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാവരുതെന്ന് വിറ്റ്കോഫ് ഇസ്രയേലിനെ അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് സാമൂഹിക മാധ്യമത്തിലൂടെ ട്രംപ് വീണ്ടും ഹമാസിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. എല്ലാ ബന്ദികളെയും ഇപ്പോൾ തന്നെ വിട്ടയക്കുക, മരിച്ചവരുടെ മൃതദേഹാവശിഷ്ടങ്ങളും കൈമാറുക, അല്ലെങ്കിൽ നിങ്ങൾ തീരും. ഗാസയിലെ ജനങ്ങളോട് ബന്ദികളെ പിടിച്ചുവെക്കുന്നില്ലെങ്കിൽ നല്ലൊരു ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, മറിച്ചാണെങ്കിൽ നിങ്ങൾ നശിച്ചു എന്നാണ് ട്രംപ് കുറിച്ചത്. എന്നാൽ ട്രംപിന്റെ ഭീഷണി ഹമാസ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഗാസയിൽ സുസ്ഥിര വെടിനിർത്തൽ കൊണ്ടുവരുന്നതിന് പകരമായിട്ട് മാത്രമേ ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കൂ എന്ന് ഹമാസ് വക്താവ് അബ്ദുൽ ലത്തീഫ് അൽ ഖാനുവ പറഞ്ഞിട്ടുണ്ട്. ജനുവരി 19 നിലവിൽ വന്ന 42 ദിവസത്തെ വെടിനിർത്തൽ കഴിയാനിരിക്കെയാണ് ഈ സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ 38 ബന്ദികളെ ജീവനോടെ ഹമാസ് വിട്ടയച്ചിരുന്നു. ഏതാനും പേരുടെ മൃതദേഹാവശിഷ്ടങ്ങളും കൈമാറി. ഇതിനു പകരം 2000-ഓളം പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിച്ചു. രണ്ടാം ഘട്ട വെടിനിർത്തലിനുള്ള ചർച്ചകൾ കാര്യക്ഷമമായിട്ടുമില്ല. 59 ബന്ദികൾ ഇനിയും മോചിപ്പിക്കപ്പെടാൻ ഉണ്ട്. ഇതിൽ 35 പേരും മരിച്ചിട്ടുണ്ടാകുമെന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നു.
22 പേർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഇതിൽ 2 പേരുടെ സ്ഥിതി വളരെ പരിതാപകരമാണെന്നുമാണ് പറയുന്നത്. 5 അമേരിക്കക്കാർ മോചിപ്പിക്കാനുള്ളവരുടെ കൂട്ടത്തിലുണ്ടെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ US-ലെ ന്യൂജേഴ്സിയിൽ നിന്നുള്ള ഈഡൻ അലക്സാണ്ടർ മാത്രമേ ഇപ്പോൾ ഗാസയിൽ ജീവനോടെ ശേഷിക്കുന്ന ഏക ബന്ദിയായിട്ടുള്ളൂ എന്നാണ് IDF പറയുന്നത്. മാർച്ച് 2-ന് ആദ്യഘട്ട വെടിനിർത്തൽ കാലാവധി തീർന്നിരുന്നു. അടുത്ത ഘട്ട ചർച്ചകൾ പുരോഗമിക്കുന്നുമുണ്ട്. റമദാൻ തീരും വരെ ആദ്യഘട്ടം നീട്ടിക്കൊണ്ടുപോകാനാണ് അമേരിക്കയുടെ നിർദ്ദേശം. ഇത് ഇസ്രയേലും അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ഹമാസിന് സ്വീകാര്യമല്ല. 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചയുടെ കരാർ അനുസരിച്ചു മാത്രമേ എല്ലാ ബന്ദികളെയും ഒരുമിച്ച് വിട്ടയക്കൂ എന്നാണ് ഹമാസിന്റെ നിലപാട്. ഇതേസമയം വെസ്റ്റ് ബാങ്കിൽ 1 മാസത്തിലേറെയായി ബന്ദികളാക്കപ്പെട്ട ഇന്ത്യൻ പൗരന്മാരായ 10 നിർമ്മാണ തൊഴിലാളികളെ ഇസ്രയേൽ മോചിപ്പിച്ചിട്ടുണ്ട്. തിരികെ ടെലവീവിൽ എത്തിച്ച ഇവരുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കാൻ ഇസ്രയേലിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. 1 മാസത്തിലേറെയായി തടവിലായിരുന്ന ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളെ ഒറ്റ രാത്രി കൊണ്ട് രക്ഷപ്പെടുത്തിയതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായാണ് ഇവർ ഇസ്രയേലിൽ എത്തിയത്. ജോലി വാഗ്ദാനം ചെയ്താണ് വെസ്റ്റ് ബാങ്കിൽ എത്തിച്ചത്. തൊഴിലാളികളുടെ പാസ്പോർട്ട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചത് ഇസ്രയേൽ സൈന്യം തിരിച്ചറിഞ്ഞതായും പിന്നീട് പാസ്പോർട്ട് തിരികെ നൽകിയതായും റിപ്പോർട്ടുണ്ട്. 2023 ഒക്ടോബർ 7-ലെ ആക്രമണത്തിനു ശേഷം പലസ്തീനിൽ നിന്നുള്ള നിർമ്മാണ തൊഴിലാളികൾക്ക് ഇസ്രയേലിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട്. തുടർന്ന് 16,000-ഓളം ഇന്ത്യൻ തൊഴിലാളികൾ ഇസ്രയേലിൽ എത്തിയെന്നാണ് കണക്ക്. ഇങ്ങനെ ഇസ്രയേലിലെത്തിയ ഇന്ത്യക്കാരിൽ ചിലരെയാണ് ബലമായി വെസ്റ്റ് ബാങ്കിൽ പിടിച്ചുവച്ചിട്ടുള്ളത്. മലയാളി വാർത്ത ഇൻസൈഡ്.